ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ്. ഇസ്രായേൽ സൈനികർ നിഷ്കരുണം കൊലപ്പെടുത്തിയ 5 വയസ്സ് മാത്രം പ്രായമുള്ള ഫലസ്തീൻ ബാലികയുടെ കഥ പറഞ്ഞ ഡോക്യു ഡ്രാമ ചിത്രം. ഓസ്കറിലടക്കം നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമയ്ക്ക് ഇന്ത്യയിൽ പ്രദർശനാനുമതി ഇല്ലെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സിനിമയുടെ ഇന്ത്യയിലെ വിതരണക്കാരായ ജയ് വിരാത്ര എന്റർടൈൻമെന്റിന്റെ ഉടമ മനോജ് നന്ദ്വാനിയാണ് CBFC അനുമതി നൽകിയില്ലെന്ന് പറയുന്നത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ബാധിക്കുമെന്ന സംശയത്തെ തുടർന്നാണ് അനുമതി നൽകാത്തതെന്ന് സെൻസർ ബോർഡിലെ ഒരംഗം തന്നോട് പറഞ്ഞതായി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഫെബ്രുവരിയിലാണ് സിനിമ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ അനുമതിക്കായി നൽകിയത്. മാർച്ച് 16 ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിനാൽ മാർച്ച് 6 റിലീസ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ സിനിമയ്ക്ക് അനുമതി ലഭിച്ചില്ല. ഇന്ത്യ ഇസ്രായേൽ ബന്ധം ശക്തമാണ്. ഒരു സിനിമ കൊണ്ട് അത് തകരുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള US, UK, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു, നന്ദ്വാന CBFCയോട് പറഞ്ഞു. ടുണീഷ്യൻ സംവിധായിക കൗതർ ബെൻ ഹനിയ സംവിധാനം ചെയ്ത ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് ഇക്കഴിഞ്ഞ ഓസ്കറിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. വെനീസ് ഫിലിം ഫെസ്റ്റിവലിലെ പ്രീമിയറിൽ പ്രേക്ഷകരിൽ നിന്ന് 20 മിനിറ്റ് നീണ്ട കയ്യടി നേടിയ ചിത്രം ഫെസ്റ്റിവലിലെ സിൽവർ ലയൺ പുരസ്കാരവും സ്വന്തമാക്കിയതാണ്. 2024 ജനുവരി 29 ഹിന്ദ് റജബിന്റെ കൊലപാതകം. ഗസ സിറ്റിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം അന്ത്യശാസനം നൽകി. തന്റെ ബന്ധുക്കളോടൊപ്പം കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഹിന്ദ്. യാത്രക്കിടെ ഇസ്രായേൽ സൈന്യം അവരെ തടയുകയും കാറിന് നേരെ തുരുതുരാ വെടിയുതിർക്കുകയും ചെയ്തു. കാറിലുണ്ടായിരുന്നവർ രക്ഷക്കായി ബന്ധുക്കളെ ഫോണിൽ വിളിച്ചു. ഇവർ ഫലസ്തീൻ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ടു. അതിനിടെ വെടിവെപ്പിൽ ഹിന്ദ് റജബ് ഒഴികെ ബന്ധുക്കളെല്ലാം കൊല്ലപ്പെട്ടു. റെഡ് ക്രസന്റ് സംഘം വിളിച്ചപ്പോൾ കാറിൽ റജബ് മാത്രമായിരുന്നു ജീവനോടെ ഉണ്ടായിരുന്നത്. മരണത്തെ മുഖാമുഖം കണ്ടുനിന്ന ആ കുഞ്ഞുമായി 3 മണിക്കൂറോളം റെഡ് ക്രസന്റ് സംഘം സംസാരിച്ചു. ഹിന്ദിനെ രക്ഷിക്കാനായി ഇവർ ആംബുലൻസ് സംഘത്തെ സ്ഥലത്തേക്ക് അയക്കുകയും ചെയ്തു. ആംബുലൻസ് സംഘം അടുത്തെത്തിയെന്ന് ഹിന്ദ് പറഞ്ഞതിന് പിന്നാലെ ഫോൺ കട്ടായി. ഹിന്ദ് റജബിനെയും രക്ഷിക്കാനെത്തിയ ആംബുലൻസിലെ ഡ്രൈവർമാരായ യൂസഫിനെയും അഹമ്മദിനെയും ഇസ്രായേൽ സൈന്യം നിഷ്കരണം വെടിവെച്ചു കൊന്നു. 10 ദിവസത്തിന് ശേഷമാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. റെഡ് ക്രസന്റുമായും തന്റെ ഉമ്മയുമായും ഹിന്ദ് റജബ് ഫോണിൽ സംസാരിച്ചതൊക്കെയും റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് പിന്നീട് പുറത്തുവിട്ടു. മരണമുഖത്ത് നിന്ന് രക്ഷിക്കണേ എന്ന് കരഞ്ഞ് അഭ്യർത്ഥിക്കുന്ന ഹിന്ദ് റജബിന്റെ വാക്കുകൾ കേട്ടവരുടെയെല്ലാം നെഞ്ചുലച്ചതാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ കൊടും ക്രൂരതകളുടെ പര്യായമായി ഹിന്ദ് റജബിന്റെ കൊലപാതകം.